ഹലോ ഫ്രണ്ട്സ്, അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വൈകുന്നേരമാണ് എൻ്റെ വ്ലോഗ് പിടിക്കുന്നത് കേട്ടാ. ഒരുപാട് ദിവസം കൂടി മഴയായിരുന്നു, നല്ല വെയിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈകുന്നേരം പിടിക്കാമെന്ന് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് മഴ? നല്ല മഴയല്ലേ എല്ലായിടത്തും. എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക, അതുപോലെ സേഫായിട്ട് ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുന്നത് ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. കാര്യം മഴയാണ്, പനി ജലദോഷം മുതലായ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, കുട ഉപയോഗിക്കുക, റെയിനും കോട്ടൊക്കെ ഉപയോഗിച്ച് തന്നെ യാത്ര ചെയ്യുക, സേഫായിട്ട് എല്ലാവരും. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്, നമുക്ക് വേണ്ടാത്ത 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിച്ചാൽ നമുക്ക് പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെക്കുറിച്ചൊരു ചെറിയ വ്ലോഗാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ ഫിയറാണ് കേട്ടോ. നമുക്ക് ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, നമ്മുടെ ശ്രദ്ധ മാറും, പിന്നെ നമുക്കൊരു അങ്കലാപ്പാവും, പിന്നെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാതാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഏത് കാര്യവും നമ്മൾ ഭയമില്ലാതെ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ ചെയ്യാവുള്ളൂ. ചെയ്യാൻ പറ്റാത്തത് ഒരു കാരണവശാലും ചെയ്യരുത്. ബഞ്ച് ജമ്പ് ചെയ്യാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാത്ത ചില ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ആ ഭയങ്ങൾ, ചെറിയ ചെറിയ ഭയങ്ങൾ നമ്മൾ നേരിട്ട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ പഠിക്കുക കേട്ടോ. എല്ലാവരും പഠിക്കുക, ഓക്കെ? അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ, ഡ്രഗ്സ്, ഡ്രിങ്ക്സ്, ബാഡ് ഹാബിറ്റ്സ്, ടൊബാക്കോ, അതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ മിസ്യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക. നമ്മുടെ ശ്രമം ഇന്ന് തന്നെ തുടങ്ങട്ടെ. എല്ലാവരും നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുക, അത് നടപ്പിലാക്കുക. നമുക്ക് എല്ലാവർക്കും തന്നെ ചില റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലേ. അച്ഛൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഗ്രാൻഡ് പേരൻസ് എന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ, എല്ലാവർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന നിലയിൽ എല്ലാവർക്കും തന്നെ ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ധൈര്യപൂർവ്വം സ്വീകരിക്കുക. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് 100% എഫർട്ട് എടുത്ത് നമ്മുടെ ലൈഫിൽ അത് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ പഠിച്ചിരിക്കുക. തീർച്ചയായിട്ടും കാര്യം നമ്മുടെ ഭാവിയെ സ്ട്രോങ്ങർ ആക്കുകയും ചെയ്യുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക, അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നല്ല വാക്കുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ എപ്പോഴും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. കാര്യം നമ്മൾക്ക് കുറ്റപ്പെടുത്തുന്നത് നമ്മൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമാകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വേർഡ്സ് മറ്റുള്ളവർക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. എന്നിട്ടൊരു സ്മൈൽ മനസ്സിൽ വെച്ചുകൊണ്ട് അതങ്ങ് മാറ്റുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും സൗമ്യമുള്ള വാക്കുകളായിരിക്കുക. ആരെയും ഹാർഷായിട്ട് ഇൻസൾട്ട് ചെയ്യരുത്. ആരെയും ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് വ്രണപ്പെടുത്തരുത്. കാര്യം അങ്ങനെ തോന്നിയാൽ തന്നെ ഒന്ന് സൈലൻ്റ് ആവുക. പിന്നെ ആ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കാതിരിക്കുക. ഇത് നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് നല്ലതാണ്. ഇനി ഞാനൊരു വേറൊരു കാര്യം പറയട്ടെ. അതൊരു ചെറിയ സീക്രറ്റാണല്ലേ. എല്ലാ ഹസ്ബൻഡും വൈഫും ചിലപ്പോഴൊക്കെ പിണങ്ങുമല്ലേ. ചില നിസ്സാര കാര്യത്തിനും പിണങ്ങുമല്ലേ. കുറച്ച് സമയം നമ്മൾ മിണ്ടാതെ ഇരിക്കും, ഒരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അല്ലേ? കുറച്ച് നേരം 1-2 മണിക്കൂറെങ്കിലും സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാവരും കൊടുക്കുമല്ലേ. ഈ പറയുന്നത് ഞാനും കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെയോടെ പറയും, ഇന്ന് ഞാൻ സൈലൻ്റ് വ്രതം എടുക്കണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം അദ്ദേഹം സംസാരിച്ചിരിക്കുക എൻ്റെ കൂടെ. അപ്പോൾ സാധാരണ അത് മുടങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ബുദ്ധിപൂർവ്വം ഇദ്ദേഹത്തിന് ചൊടിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. ആ സമയം ഞാൻ മുതലാക്കും കേട്ടോ. കാര്യക്കാലത്തോട്ട് ഉച്ചവരെയെങ്കിലും ഞാൻ മിണ്ടാതെ അങ്ങിരിക്കാം.
ചില സമയങ്ങളിൽ നമുക്ക് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന, നമുക്ക് തിങ്ക് ചെയ്യാനും നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് തന്നെ നമ്മളോടൊപ്പം സംസാരിക്കാനും കിട്ടുന്ന ചാൻസാണ്. അത് മുതലാക്കുക. എല്ലാവരും വല്ലപ്പോഴൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കുക കേട്ടോ. ഞാനൊരു വലിയ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, bye for now. Bye. See you soon. And take care, everybody, in the rain.